ഹായ് വീണ്ടും ഒരു അടിപൊളിയായുള്ള സാരീസ് കളക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിൻ്റെ തന്നെ ഓൾമോസ്റ്റ് സെയിം ഫാബ്രിക് തന്നെയാണ്. കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഓൾമോസ്റ്റ് ബേസ് കളറും ഒരു ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷനും കൊടുത്തിട്ടാണ് ഇതിലെ വർക്ക് വരുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. വെറും 1060 പ്രൈസ്. 1060 ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. സോ ഇതാണ് ഫസ്റ്റ് കളർ, നല്ല പിങ്ക് ആണ്. ഞാൻ എല്ലാം ഇങ്ങനെ മൊത്തം നൂർക്കുന്നില്ല, ഡിസൈൻ മനസ്സിലായല്ലോ. ടാസൽസ് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് ബ്ലൗസ് ആണ്, പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ് വരുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതെന്നും ഞാൻ ആദ്യമേ പറഞ്ഞത് സെയിം ഫാബ്രിക് ആണ്. സെയിം അല്ല, ഇച്ചിരി കൂടെ ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് ഇത്. ഇച്ചിരി ഒരു ഭയങ്കര സോഫ്റ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു പോർഷനിലാണ് മെയിനായിട്ട് വർക്ക് കൊടുത്തേക്കുക. സോ അപ്പോൾ നമ്മൾ ഉടുത്ത് വരുന്ന അതായത് ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇതുണ്ടോ ഈ ഒരു പ്ലീറ്റ്സ് എടുക്കുന്നതിൻ്റെ മെയിൻ ഫ്രണ്ട് പോർഷനിൽ ഈ വർക്കും ബാക്കി പോർഷൻസിൽ ഓൾമോസ്റ്റ് മെയിൻ ആയിട്ടുള്ള പോർഷൻസിലെല്ലാം ചെറിയ മോട്ടീവ്സ് ആണ്, എംബ്രോയിഡറി മോട്ടീവ്സ് ആണ് വരിക. ടാസൽസ് ഉണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ്. മദർ കാറ്റലോഗ് അമ്മമാർക്ക് കൂടുതലും ഒത്തിരി ഓവർ വർക്ക്സ് വേണ്ടാത്തവരാണ് ഓൾമോസ്റ്റ് മിക്കവരും. അതായത് സിമ്പിൾ ആയിട്ടൊരു ഡെയിലി വെയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യുമ്പം ഒത്തിരി ഓവർ എംബ്രോയിഡറിയുടെയും വർക്കിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പം ആ ഒരു സ്റ്റൈലാണിത്. ബഡ്ജറ്റ് റേഞ്ച് 1060. സോ അടുത്ത കളർ ഇതാണ് കേട്ടോ. നന്നായിട്ട് ഒതുങ്ങി കിടക്കും. ഇത് കാണുമ്പോൾ അറിയാലോ, ഒത്തിരി അങ്ങ് വിടർന്നങ്ങ് പോയിട്ടില്ല. ആ ഒരു ഷേപ്പിൽ തന്നെ, നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് നല്ല ആ ഒരു ഡ്രൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. വളരെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റൈൽ ഒരു ഫാബ്രിക്കാണ്. ഈ താഴെ ഭാഗത്താണ് ബോർഡർലെസ് സാരിയാണ്. പല്ലു വന്നേക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ കളറാണ്. വീഡിയോയിൽ വന്നപ്പം എന്താണെന്ന് അറിഞ്ഞൂടെ, ഇങ്ങനത്തെ ഒരു കളർ ഷെയ്ഡ് എന്ത് ഫാബ്രിക്സിൽ എടുത്താലും കളർ ചേഞ്ച് ആയിട്ടേ വരുള്ളൂ. ഇപ്പം സ്യൂട്ട്സ് ആണെങ്കിൽ ടോപ്പും ദുപ്പട്ടയും ഡിഫറെൻ്റ് ആയിട്ട് വരും. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് കളർ വന്നിരിക്കുന്നത്. നല്ല ഷെയ്ഡാണ്. എല്ലാം മദർ കാറ്റലോഗ് ആണ്. അവർക്ക് ഇഷ്ടമാകുന്ന ടൈപ്പ് ഒരു ഷെയ്ഡ്സ് ആണ്. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഓപ്ഷനുമാണ്. ഈ കളറൊക്കെ പിന്നെ പറയണ്ട, എല്ലാവരുടെയും കയ്യിൽ ഒരു 3 എണ്ണമെങ്കിലും മിനിമം കാണും ഈ ടൈപ്പ് കളർ ഷെയ്ഡ്സ്. എങ്ങനെ ലാസ്റ്റ് പോയി പെറുക്കിയാലും നമ്മൾ കൂടുതലും അവരെടുക്കുന്ന ഇങ്ങനത്തെ ടൈപ്പ് ഷെയ്ഡ്സുകളായിരിക്കും. എൻ്റെ മമ്മിമാരുടെ എല്ലാം കയ്യിലിരിക്കുന്ന ഫുള്ളും ഈ ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ. നല്ല ഷെയ്ഡാണ്. ഒരു പിങ്കിൻ്റെ ലൈറ്റ് ഒരു കോറൽ പിങ്കിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. സെൽഫ് ടോൺ വർക്കാണ്. ഇതാണ് എൻ്റെ ടാസൽസ് വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ്. നല്ല ഐറ്റമാണ്. ഇതും ഓൾവേസ് നമ്മൾ എടുക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഒരു എന്താ പറയുക, ലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു കോറൽ കളർ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. എപ്പോഴും നമ്മൾ പോയി എടുക്കുന്നതാണ്. ഈ പിങ്ക് പോലെ തന്നെ വരുന്ന ഷെയ്ഡാണ്. അപ്പം ആ ഷെയ്ഡ് വേണ്ട, ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണമെന്നുള്ളവർക്കാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇച്ചിരി ഡാർക്ക്. എന്നാൽ ഒന്നും ഭയങ്കര ഡാർക്ക് അല്ല, എല്ലാം നല്ല ഇച്ചിരി കളറുണ്ട്, എന്നാൽ ലൈറ്റായിട്ട് നിൽക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കിലാണ് വർക്ക് വന്നേക്കുക. നല്ലൊരു ബഡ്ജറ്റ് പ്രൈസാണ്, ഡിസ്കൗണ്ടഡ് പ്രൈസ് തന്നെയാണ്. നമ്മൾ ഓണം സ്പെഷ്യലായിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇപ്പം വരുന്ന എല്ലാ ഐറ്റംസും ആ ഒരു ഡിസ്കൗണ്ടും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ തരുന്നത്. 1060 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലൈറ്റ് സ്കൈ ബ്ലൂ ആണ്. വീഡിയോയിൽ ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ കാണുക. ബ്രൈറ്റ്നസ് ഇല്ല, നമ്മളിപ്പം കണ്ട ഓരോ കളേഴ്സിനോടും അതേ ലെയറിൽ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് ഇത്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടില്ല. പിന്നെ ബ്ലൂവിൻ്റെതായുള്ളൊരു ആ ഒരു തെളിച്ചം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ലൈറ്റാണ് കളർ. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സേ വരുന്നുള്ളൂ. നല്ല ഫാബ്രിക്കാണ്, സോഫ്റ്റ് ആണ്, നല്ല കംഫർട്ടുള്ള ഫാബ്രിക്കാണ്. താങ്ക് യു.